കാത്തിരുന്ന ഒരു കല്യാണത്തിന്റെ തലേ ദിവസമാണ്. നമ്മുടെ രമുവിന്റെ കല്യാണമാണ്. നമ്മുടെ ബ്രോ ആണ് രമു. അപ്പൊ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. കല്യാണ വീട്ടിൽ പിന്നെ നമ്മള് എല്ലാവരും വർത്താനം പറയുന്നതിന്റെ തിരക്കിലൊക്കെ ആവുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും അത്ര സമയമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. തലേ ദിവസം എല്ലാവരും ഒത്തുകൂടുമ്പോൾ കുറേ കാലത്തിന് ശേഷമാവും എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. അപ്പൊ നമ്മളെല്ലാവരും വർത്താനം പറയണതിന്റെ ഓരോ തിരക്കിലൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലുള്ള ഒരു കലാപരിപാടികളായിട്ടോ. കുറേ വൈകിട്ടുണ്ടായിരുന്നു. എന്തൊന്നൊരു വൈബേ അല്ല എന്നുള്ള രീതിക്കാണ് ഓരോന്നും മുഖത്ത് ഓരോന്നായിട്ട് ഇരിക്കണം കേട്ടോ. ഗുഡ് വൈബ്സിന്റെ ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. പലരുടെയും മുഖം പല വിധത്തിലാണ്, ഒക്കെ ഒരേ രൂപത്തിലായിട്ട് ഇരിക്കുകയാണ്. മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മൈലാഞ്ചി ഇടാന്നുള്ള ഒരു ചടങ്ങിലേക്ക് പോയി. ഏറെ വൈകിട്ടുണ്ടായിരുന്നു. 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴും ഇവർക്കൊന്നും ഉറക്കില്ല. ഇവന് വിശക്കാൻ തുടങ്ങി. ഓരോരുത്തരും മൈലാഞ്ചി തിന്നണോ എന്നുള്ള ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കാണിച്ചു കൂട്ടിയത്. അങ്ങനെ ഏകദേശം ഒരു 2:30 കൂടി കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ കിടന്നുട്ടോ. അപ്പോൾ പിന്നെ രാവിലെയായി, ഒരുക്കങ്ങളായി. പിന്നെ അങ്ങനെതാ ഞങ്ങൾ ചെറുക്കനെയും കൂട്ടിയിട്ട് കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡിലാണ് വണ്ടികളൊക്കെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി ഞങ്ങളിതാ പോയോണ്ടിരിക്കുകയാണ്. രതീഷേട്ടൻ കുറേയൊക്കെ നല്ല ബെറ്ററായി വന്നു. അപ്പോൾ രതീഷേട്ടനും ഞങ്ങൾ കല്യാണത്തിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അനിയത്തിമാരാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും ഒരേ വൈബ്, കല്യാണ വൈബിൽ പിടിച്ചു നിൽക്കുകയാണ്. ധ്യാനുട്ടനുണ്ട്, എല്ലാവരും ഇതാ അവിടെ ഉണ്ട് കേട്ടോ. എളവാതുക്കൽ അമ്പലത്തിൽ വെച്ചിട്ടാണ് താലികെട്ട് നടക്കുന്നത്. അപ്പോൾ പെൺകുട്ടി ഇതാ അവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പെൺകുട്ടിയുടെ അമ്മ. കല്യാണത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളൊന്നും നമ്മുടെ വീഡിയോയിൽ ഇല്ല കേട്ടോ. കിട്ടിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ താലികെട്ടിനുള്ള ചടങ്ങുകളുടെ ആരംഭം കുറിച്ചിട്ടോ. അപ്പൊ ഇനി നമുക്ക് അവരുടെ മംഗളമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ കാണാട്ടോ.
താലികെട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ അടുത്തുള്ള തന്നെ ഓഡിറ്റോറിയത്തിലാണ് ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. കയറി വരുന്നിടത്ത് തന്നെ അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തി. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഇവിടെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇത് നമ്മുടെ ജിനു, നമ്മുടെ രമുബ്രോയുടെ ബ്രോ ആണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ശില്പ സാരിയൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. ഇവർ വരുമ്പോൾ നല്ലൊരു എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഭൂമി ഇത് മനസ്സിലായെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ശില്പയുടെ വീട്ടിലെ കല്യാണമേളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് ശില്പ വന്നു കയറുന്ന ചടങ്ങാണിത് കേട്ടോ. നമ്മൾ പെൺകുട്ടികൾ എത്ര കരയില്ല എന്ന് പറഞ്ഞാലും ആ ഒരു നിമിഷം, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം നമ്മൾ എന്തായാലും കരഞ്ഞു പോകില്ലേ. ആ മുഖത്ത് തന്നെ അറിയുന്നുണ്ട് അവളുടെ ആ ഒരു വിഷമം. അവരൊക്കെ അവിടെ എത്തി. അപ്പം ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടിരിക്കുകയാണ്. അമ്മായിമാരും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. തൃപ്തി ആവാതെ നിൽക്കുകയാണ് ആ രണ്ടുപേരും കേട്ടോ. പിന്നെ വൈകുന്നേരമായി റിസപ്ഷന് പോകാനുള്ള തിരക്കുകളായി. എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ കയറി റിസപ്ഷന് പോകാൻ കേട്ടോ. KML ഓഡിറ്റോറിയത്തിലാണ് റിസപ്ഷൻ ഉള്ളത്. വർഷത അവിടെ സീറ്റൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തിട്ടോ. ഇതാണ് നമ്മുടെ ജംഷി. അവള് വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാന്നുള്ള ഓർമ്മ ഉണ്ടായിട്ടില്ല അവൾക്ക്. പാവം, അതാകെ ടെൻഷനായി അപ്പട്ടോ. നമ്മുടെ രാജിയും കുട്ടികളും അമ്മും എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ട്. അമ്മ പ്രഗ്നൻ്റ് ആണ്. അവളുടെ വീഡിയോ തലേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണുന്നില്ല. അപ്പോൾ അവൾ അയ്യോ ഞാൻ വീഡിയോയിൽ പെട്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മു എപ്പോഴും വീഡിയോ ഇരുന്ന് കാണാറുണ്ട് അത്ര നമ്മുടെ. അപ്പോൾ അതും നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അടുത്ത ചടങ്ങ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. റിസപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരനെ ഞങ്ങൾ ബസ് കയറ്റാൻ വേണ്ടി കൊണ്ടാക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ പിരിഞ്ഞു പോകുമ്പോൾ ആർക്കും പോകണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. ഇനിയും എല്ലാവരും കൂടി ഒത്തുകൂടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ബൈ പറഞ്ഞ് അങ്ങനെ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച്
പിരിഞ്ഞു പോവുകയാണ് കേട്ടോ.